നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോണറ്റ് 29-ലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലെ തന്നെയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് അധികം എക്സാമുകളിൽ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ആദ്യം തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഇപ്പോൾ അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല. 2 മാർക്ക് ക്വസ്റ്റ്യൻ തൊട്ടാണ് ചോദിക്കാറ്. എന്നാലും നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. കാരണം 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ആൻസേഴ്സ് ഒക്കെ പോയിന്റ്സ് ആക്കിയിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോട്ട് എനി ലൈൻ ഫ്രം ദ പോയറ്റ് ദാറ്റ് എക്സ്പ്രസസ് ദ പോയറ്റ്സ് ഹോപ്പ്. ഈ ഒരു പദ്യത്തിൽ നിന്നും ഈ ഒരു സോണറ്റിൽ നിന്നും ഹോപ്പിനെ എക്സ്പ്രസ് ചെയ്യുന്ന ലൈൻസ് എടുത്തെഴുതാനാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു, ഞാൻ നിന്നെ ഓർക്കുമ്പോൾ എൻ്റെ സങ്കടം സന്തോഷമായി മാറുകയാണ്. ഡാർക്ക്നെസ് നിറഞ്ഞ ഈ ഒരു ഭൂമിയിൽ നിന്ന് മോർണിംഗിൽ പറന്നുയരുന്ന ഒരു ലാർക്കിൻ്റെ സന്തോഷമാണ് എനിക്കിപ്പോൾ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നല്ലേ. അത് തന്നെയാണ് അവിടെയും പറയുന്നത്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ലൈൻസ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സിമിലിയാണ്. ഇനി നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ എക്സ്പ്രഷൻ ഡഫ് എവൻ. ഇവിടുത്തെ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സ്റ്റാൻസായിക് സ്ട്രക്ചർ ഓഫ് എ ഷേക്സ്പീരിയൻ സോണറ്റ്. ഇവിടെയുള്ള ഷേക്സ്പീരിയൻ സോണറ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്നാണ് ചോദിക്കുന്നത്. 3 quatrains and 1 couplet with the rhyme scheme AB AB CD CD EF EF GG. ഇനി നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ റൈമിംഗ് സ്കീം ഓഫ് എ ഷേക്സ്പീരിയൻ സോണറ്റ്. ഷേക്സ്പീരിയൻ സോണറ്റിൻ്റെ റൈമിംഗ് സ്കീം എന്താണെന്നാണ് ചോദിക്കുന്നത്. ദ റൈമിംഗ് സ്കീം ഈസ് AB AB CD CD EF EF GG. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദ പോയറ്റ് ഇൻ വിച്ച് ദ പോയം വാസ് റിട്ടൺ. ഈ പോയം എഴുതുമ്പോൾ കവിയുടെ മാനസികാവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞിരുന്നു സാഡായിരുന്നു. ദ പോയറ്റ്സ് മൂഡ്സ് വാസ് സാഡ്, സോറോഫുൾ ആൻഡ് ഡെസ്പറേറ്റ്. ദ പോയറ്റ് ഈസ് അറ്റ് ഹിസ് മോസ്റ്റ് ഇൻസെക്യൂർ ആൻഡ് ട്രബിൾഡ് സിറ്റുവേഷൻ. ഹീ ഫീൽസ് അലോൺ ആൻഡ് ഈസ് വീപ്പിംഗ്. ഇൻസെക്യൂർ ആൻഡ് ട്രബിൾഡ് സിറ്റുവേഷൻ, ഈ വേർഡ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡസ് ഷേക്സ്പിയർ യൂസ് ദ ലാർക്ക് ആസ് എ സിംബൽ ഇൻ ദിസ് സോണറ്റ്. തൻ്റെ കവിതയിൽ ഷേക്സ്പിയർ എങ്ങനെയാണ് ലാർക്കിനെ, വാനമ്പാടിയെ ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഷേക്സ്പിയർ യൂസസ് ദ ലാർക്ക് ആസ് എ സിംബൽ ഓഫ് ഹോപ്പ്. ഹോപ്പായിട്ടാണ് സിംബിളൈസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് എക്സ്പ്രഷൻസ് ഫ്രം ദ പോയം ടു ഷോ ദ പോയറ്റ്സ് ഡിജക്ഷൻ. പോയറ്റിൻ്റെ നിരാശ കാണിക്കുന്ന ഭാഗം പോയത്തിൽ നിന്ന് എടുത്തെഴുതാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത് എന്താണ്? ഇൻ ഡിസ്ഗ്രേസ് വിത്ത് ഫോർച്യൂൺ ആൻഡ് മൈൻസ് ഐസ് ഐ ഓൾ അലോൺ ബിലീവ് മൈ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ് മൈ ബൂട്ട്ലെസ് ക്രീസ് കേഴ്സ് മൈ ഫേറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമൻറ്റ് ഓൺ ദ ഇമാജറി ഓഫ് ദ ലാർക്ക്. ലാർക്കിൻ്റെ ചിത്രത്തിൻ്റെ ഭംഗി വിവരിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഫൈനൽ കപ്ലേറ്റ്. അവസാനത്തെ 2 വരികൾ വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പറയുന്നത് തൻ്റെ സുഹൃത്തിൻ്റെ സ്നേഹത്തെ പറ്റിയുള്ള ചിന്ത കവിക്ക് ആഹ്ലാദം പകരുന്നു. അയാളിപ്പോൾ വളരെ സന്തോഷവാനാണ്. ഈ അവസ്ഥയിൽ ഒരു രാജാവിൻ്റെ സ്ഥാനവുമായി വെച്ചു മാറാൻ പോലും അയാൾ തയ്യാറല്ല. അയാൾ അത്രയ്ക്ക് സന്തുഷ്ടനും സന്തോഷവാനും ആണ്. രാജാവിന് ധാരാളം അധികാരങ്ങളും ധനവും ഉണ്ടായിരിക്കും. പക്ഷേ തൻ്റെ അത്രയും സന്തോഷം രാജാവിന് ഇല്ലെന്നാണ് കവി ചിന്തിക്കുന്നത്. ഇതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഞാൻ ആൻസേഴ്സ് തന്നിട്ടില്ല. കാരണം നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ആൻസറായി എഴുതേണ്ടത്. അതൊക്കെ ഏതൊക്കെയാണ് ഓരോന്നിനും ചേർക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ദ പോയം ആസ് എ സോണറ്റ്. ഒരു സോണറ്റ് എന്ന നിലയിൽ ഈ പോയമിനെ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാം, 40 ലൈൻസ് അടങ്ങിയിട്ടുള്ള ഒരു പോയാണ് സോണറ്റ്. ഇത് സിംഗിൾ സ്റ്റാൻസ് ആയിട്ടാണ് എഴുതുന്നത്. ഇത് സ്പെഷ്യൽ റൈം സ്കീം ഇതിനുണ്ട്. ഇംഗ്ലീഷ് സോണറ്റുകളിൽ 2 ടൈപ്പ് സോണറ്റുകളുണ്ട്.
അതിലൊന്ന് പെട്രാർക്കൻ സോണറ്റ് ആണ്. 14-ാം നൂറ്റാണ്ടിലെ ഒരു ഇറ്റാലിയൻ പോയറ്റാണ് പെട്രാർക്കൻ. പെട്രാർക്കൻ സോണറ്റ് 2 പാർട്സായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒക്ടേവ്, സെസ്റ്ററ്റ്. ഫസ്റ്റത്തെ 8 ലൈൻസ് ആണ് ഒക്ടേവ്, പിന്നത്തെ 6 ലൈൻസ് ആണ് സെസ്റ്ററ്റ്. ഒക്ടേവിലെ റൈം എന്ന് പറയുന്നത് ABBA ABBA. സെസ്റ്ററ്റിലെ റൈം എന്ന് പറയുന്നത് CDE CDE. ഇനി ഷേക്സ്പിയറിയൻ സോണറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് 12 ലൈൻസ് 3 ക്വാർട്ടൈൻസ് ആയിട്ടാണ് എഴുതുന്നത്. പിന്നെയുള്ള ലൈൻസ് കപ്ലെറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ 3 ക്വാർട്ടൈൻസിൽ പോയിട്ട് ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അവസാനത്തെ 2 ലൈൻസിൽ അതിന് പരിഹാരം കാണുന്നുണ്ട്. ഇവിടുത്തെ റൈം എന്ന് പറയുന്നത് ABAB CD CD EF EF GG. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ വേർഡ് സ്റ്റേറ്റ് ഒക്കേഴ്സ് thrice in the poem. How does the meaning of this word change with each occurrence? ഈ കവിതയിൽ സ്റ്റേറ്റ് എന്ന വാക്ക് 3 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും എന്തൊക്കെ അർത്ഥങ്ങളാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് മീൻ ദ കണ്ടീഷൻ ഓഫ് ദ മൈൻഡ് ഓഫ് ദ പോയറ്റ് ആണ്. രണ്ടാമത്തേന്ന് പറയുന്നത് മൈ സ്റ്റേറ്റ് സിങ്സ് ദ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ദ പോയറ്റ്സ് മൈൻഡ് ആണ്. മൂന്നാമത്തേന്ന് പറയുന്നത് ഇൻ ദ തേർഡ് ഒക്കറൻസ് മൈ സ്റ്റേറ്റ് മീൻസ് ദ പോയറ്റ്സ് പൊസിഷൻ ആണ് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദിസ് സോണറ്റ് വാസ് കമ്പോസ്ഡ് ഇൻ അറൗണ്ട് 1592 if we assume that the speaker is the poet himself. Find out the possible reasons for the speaker to be out of favor with fortune and men's eye. ഈ കവിത എഴുതിയിട്ടുള്ളത് 1592 പോയം തന്നെയാണ് ഇതിലെ സ്പീക്കർ എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പോയറ്റ് ഭാഗ്യത്തിൻ്റെയും മനുഷ്യരുടെയും കണ്ണിൽ നിർഭാഗ്യവാനാണെന്ന് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു 18-ാം വയസ്സിൽ അന്ന അത്താവ എന്ന പെൺകുട്ടി വിവാഹം കഴിക്കുകയും ലണ്ടനിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അവിടുന്ന് വലിയ നാടകകൃത്തും നാടകങ്ങളുടെ നിർമ്മാതാവൊക്കെ ആയി എന്ന് പറഞ്ഞിരുന്നു. നിർഭാഗ്യവശാൽ 1592 ലണ്ടനിൽ പ്ലേഗ് രോഗം ബാധിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ തിയേറ്ററൊക്കെ ക്ലോസ് ചെയ്യാണ്. അങ്ങനെ കവി പറയാണ് he was out of favor with fortune and men's eye as he was without any job, money and friends. ഇനി 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. കമൻറ്റ് ഓൺ ദ തീം ഓർ ദ പോയം. ഇതിൽ പോയത്തിൻ്റെ തീം പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ആൻസറായി നമുക്ക് എഴുതാം. ദ സോണറ്റ് ഹാസ് at least 2 major themes. One of them is wealth, both spiritual and material, and the other is friendship. ഇനി നമുക്ക് മനസ്സിലായിട്ടില്ല ഈ പാഠഭാഗത്തിനെ കുറിച്ചും പാഠഭാഗത്തിൻ്റെ തീമിനെ കുറിച്ചിട്ടും നന്നായിട്ട് വിശദീകരിച്ച് എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ ചേഞ്ചസ് ബ്രോട്ട് ഓവർ ദ മൈൻഡ് ഓഫ് ദ സ്പീക്കർ ബൈ ദ സ്വീറ്റ് മെമ്മറീസ്. സ്പീക്കറിൻ്റെ മനസ്സിൽ മധുരമുള്ള ഓർമ്മകൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. ഇറ്റ് ഈസ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ പോയം ദാറ്റ് ദ സ്വീറ്റ് മെമ്മറീസ് come to bring changes over the mind of the speaker. He has been bitterly complaining about the sorrowful plight he is in till the sweet memories bring about a change. പിന്നീട് നമ്മൾ എഴുതേണ്ടത് പോയറ്റിൻ്റെ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റിനെ കുറിച്ചിട്ടും ഇൻസെക്യൂർ ആൻഡ് ട്രബിൾഡ് സിറ്റുവേഷനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ട് അതിൽ നിന്നും തൻ്റെ സുഹൃത്തിനെ കുറിച്ച് തിങ്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും ലാർക്ക് റൈസ് ചെയ്ത് വന്ന പോലത്തെ സന്തോഷം ഉണ്ടായി രാജാവിൻ്റെ ആ കാര്യങ്ങൾ ഫുള്ളും അതിൽ എഴുതണം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ കുറച്ചൊക്കെ ലോങ് ആയി പോയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.